നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പ്ലാവ് കൃഷിയെ കുറിച്ചാണ് പറയുന്നത്, ചെറിയൊരു വീഡിയോ. അപ്പോൾ ഈ പ്ലാവ് കൃഷിയിൽ നമ്മൾ ഇപ്പോൾ കഴിഞ്ഞ ഒരു മാസം മുമ്പ് മണ്ണൊക്കെ ഇട്ട് കൊടുത്തു, ഡോളമേറ്റ് ഇട്ട് കൊടുത്തു, അതുപോലെ തന്നെ കുമ്മായം വേണി ഇട്ട് കൊടുക്കാം, ഏത് വേണേലും ചെയ്യാം. നമ്മൾ കുമ്മായവും ഡോളമേറ്റും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയൊക്കെ ഇടാറുണ്ട്. അപ്പോൾ അതിനുശേഷം നമ്മൾ ഇപ്പോൾ കോഴിവളം ഇട്ട് കൊടുത്തിരിക്കുന്നതാണ്. ഇവിടെ കാണാൻ നമുക്ക് ഒരു ചാക്ക് കോഴിവളമാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ചുറ്റും ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഈ മണ്ണിന്റെ മുകളിലായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ചെറിയ രീതിയിൽ ഫംഗൽ ബാധ വന്നതാണ്. ഇപ്പോൾ അടിപൊളിയായിട്ട് നല്ല തളിരിട്ട് ഇപ്പോൾ ചക്കകൾ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. ചെറിയ മുകളിലേക്കൊക്കെ ചെറിയ ചെറിയ ചക്കകൾ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ ജസ്റ്റ് കാണാം നിങ്ങൾക്ക് ചക്കകൾ. ഇവിടെ ചക്ക ഉണ്ടായി വരുന്നു. ഇവിടെ ചെറിയ ചെറിയ നാമ്പുകൾ, ഈ പൊടിപ്പ് വരുന്നിടത്തൊക്കെ ചക്ക ഉണ്ടായി വരും. അപ്പോൾ നമ്മൾ പ്രൂണിങ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് പ്രൂണിങ് ചെയ്ത് വിടണം. ഈ തടി നമുക്ക് ശരിക്കും വെയിലേറ് കിട്ടുന്ന രീതിയിൽ ഒരു 5-8 അടി ഹൈറ്റിലേക്ക് നമ്മൾ കൊടുക്കണം. അതിന് മേളിലേക്കാണ് നമ്മൾ അതിൻ്റെ ശിഖരങ്ങൾ കൊടുക്കേണ്ടത്. ഇപ്പോൾ ശിഖരങ്ങൾ ഇപ്പോൾ നന്നായിട്ട് തളിർത്ത് മേളിലേക്ക് നോക്കിയാൽ കാണാം നിങ്ങൾക്ക്. മേളിലും ചക്ക ഒരുവിധം വലുതായി തുടങ്ങിയിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നത് ഇവിടെ ചക്കകൾ ഉണ്ടായി വന്നിരിക്കുന്നതാണ്. അതിൻ്റെ മുകളിൽ കാണുന്ന ഈ കൊമ്പുകളൊക്കെ ഫംഗൽബാധ വന്നിട്ട് ഉണങ്ങിപ്പോയതാണ്. പക്ഷേ നമ്മൾ അത്യാവശ്യം മണ്ണൊക്കെ ഇട്ട് കൊടുത്ത് വെള്ളക്കെട്ടൊക്കെ ഒഴിവാക്കി കഴിഞ്ഞപ്പോൾ മരം കയറി വന്നിട്ടുണ്ട്. സാധാരണ ഈ നമ്മളുടെ വിയറ്റ്നാമിയർലി പ്ലാവുകൾക്കുള്ള ഏറ്റവും വലിയ പ്രശ്നം ഇതുപോലെയുള്ള ഫംഗൽ ബാധയാണ്. അപ്പോൾ അതാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അത്യാവശ്യം ചക്കയൊക്കെ ഉണ്ടായി വരുമാനം കിട്ടുന്ന ഒരു സംഭവമാണ്. ശ്രദ്ധിക്കാൻ കുറച്ച് കാര്യങ്ങളുമുണ്ട് അതിൽ. വിയറ്റ്നാമിയർലി പ്ലാവിൻ്റെ വേറൊരു ഗുണം എന്ന് പറയുന്നത് നമുക്ക് നേരത്തെ ചക്ക കിട്ടും. മറ്റുള്ള നമ്മളുടെ വരിക്ക ചക്ക പോലെ അത്രയും ടേസ്റ്റ് ഇല്ല, അതിൻ്റെ പകുതിയേ വരുള്ളൂ ടേസ്റ്റ് ശരിക്കും. പക്ഷേ നമുക്ക് സീസൺ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കിട്ടും. ഏകദേശം ഒരു ജാനുവരി ആകുമ്പോഴേക്കും, ഇപ്പോൾ ഒക്ടോബർ ആയി നവംബർ, ഡിസംബർ, ജാനുവരി 3 മാസം കൊണ്ട് ഈസി ആയിട്ട് ഇത് ഈ നമ്മളുടെ നാമ്പിട്ട് വന്നിരിക്കുന്ന എല്ലാം വലിയ ചക്കയായി മാറും. അപ്പോൾ ആ ടൈമിൽ നമുക്ക് വിപണനത്തിനാണെങ്കിൽ, കൊമേഴ്ഷ്യൽ യൂസിനാണെങ്കിൽ ഏറ്റവും നന്നായിട്ട് വെക്കാൻ പറ്റിയൊരു പ്ലാവിന് ഇത് തന്നെയാണ്. കാരണം ഈ സമയത്ത് ചക്കയ്ക്ക് നല്ല ഡിമാൻഡും ഉണ്ട്, റേറ്റും കിട്ടും. അപ്പം നമ്മൾ അത്യാവശ്യം പ്ലാവുകൾ, ചെറിയ പ്ലാവുകൾ, സിന്ദൂറും അതുപോലെ വിയറ്റ്നാമിയർലി സിന്ദൂർ ജാക്കാണ്, അതങ്ങനെ ആ സൈഡിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ആ എൻഡിൽ ഒരെണ്ണം വെച്ചിട്ടുണ്ട്. അങ്ങനെ ഈ സൈഡ് പിടിച്ചുള്ളതൊക്കെ സിന്ദൂർ ജാക്കാണ് വെച്ചിരിക്കുന്നത്, അത്യാവശ്യം സ്പേസ് കിട്ടാൻ വേണ്ടി. നമ്മുടെ നാടൻ പ്ലാവും ഉണ്ട്. നാടൻ പ്ലാവ് ഇതാ അവിടെ നിൽക്കുന്നുണ്ട്, വലുത്. നല്ല തേൻവരിക്കയാണ്, നല്ല അടിപൊളി ചക്കയാണത്. അതിൻ്റെ ആയി വരുന്നുള്ളൂ, നാമ്പൊന്നും ഇട്ട് തുടങ്ങിയിട്ടില്ല. അതൊക്കെ ഏകദേശം ജൂണൊക്കെ ആവും ചക്കയൊക്കെ ആയി വരാനായിട്ട്. നമ്മളുടെ വിയറ്റ്നാമിയർലി പ്ലാവിന് നമുക്ക് ശരിക്കും ഒരു മെയ്ക്ക് മുമ്പായിട്ട് ഒരു വളം ചെയ്തു കൊടുക്കാം. ഇപ്പോൾ ഒക്ടോബറിലൊന്ന് ചെയ്തു കൊടുക്കാം. അങ്ങനെ 2 പ്രാവശ്യം ചെയ്തു കൊടുക്കാം. അപ്പോൾ അതിന് നമുക്ക് കോഴിവളം തന്നെ വേണമെന്നില്ല, ജൈവവളങ്ങൾ ഏത് വേണേലും ചെയ്യാം. പിന്നെ കാലിവളം വേണമെങ്കിൽ കാലിവളം, അങ്ങനെ ഏത് ചെയ്താലും പ്രശ്നമില്ല. രാസവളം നമ്മൾ ഇപ്പോൾ ഈ വിയറ്റ്നാമിയർലി പ്ലാവുകൾക്കൊന്നും ചെയ്തിട്ടില്ല ഇതുവരെയായിട്ട്. ചെയ്യുന്നവരുണ്ടാവും. അപ്പോൾ ജൈവവളം ഇത്രയൊക്കെ വളങ്ങളാണ് ചെയ്യുന്നുള്ളൂ, കൂടുതലായിട്ടൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഇത് ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ വരും വരെ ഗുഡ് ബൈ.